രാത്രി കഴിക്കാൻ ചോറും സാമ്പാറും കോവയ്ക്ക അവിയലും പിണ്ടിത്തോരനും ആണ് പാറു ഉണ്ടാക്കിയത്. ചെറുതായി അരിഞ്ഞു നൂൽ കളഞ്ഞു. കടുകിലും വറ്റൽമുളകിലും കറിവേപ്പിലയിലും വറവിട്ട് ഉണ്ടാക്കിയ പിണ്ടിത്തോരൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ആദിയുടെ കണ്ണു നിറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും വേർപാടിനു ശേഷം അവൻ ആകെ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. ഹോട്ടൽ ഫുഡ് കഴിച്ചു മടുത്തിരുന്നു. പാറുവിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ രുചികരമായ ഫുഡ് എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. മൂർത്തിക്കും യമുനയ്ക്കും മനസ്സ് നിറഞ്ഞിരുന്നു. സ്വന്തം മകളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡായി തോന്നി അവർക്കത്. ആ ഭാഗ്യം തങ്ങൾക്ക് നൽകിയതിന് അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആദിയുടെ കാലിലെ നീര് മുഴുവൻ പോയിരുന്നു. ചെറിയ ഒരു വേദന ഉണ്ട് എന്നതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ അത് കാര്യമാക്കാതെ നടന്നു. 10 മണിയോടെ മൂർത്തിയും യമുനയും കുറച്ചു അകലെയുള്ള ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. നിശ്ചയത്തിന് പറ്റിയ ദിവസം നോക്കിച്ചു. ജ്യോത്സ്യൻ 3 ദിവസം കഴിഞ്ഞു 4-മത്തെ ദിവസം നല്ല ദിവസമാണെന്ന് അറിയിച്ചു. 4-മത്തെ ദിവസം ഞായറാഴ്ച ആയിരുന്നു. കല്യാണത്തിന് വേണ്ടി 3 ദിവസം കഴിഞ്ഞുള്ള 2-3 ദിവസവും കുറിച്ചു വാങ്ങി. നല്ലൊരു തുക ദക്ഷിണയും കൊടുത്തു. മൂർത്തിയും യമുനയും വീട്ടിലേക്ക് തിരിച്ചു. അന്ന് തന്നെ കാറ്ററിംഗ് സർവീസുകാർക്ക് 25 പേർക്കുള്ള വെജും നോൺ വെജും അടങ്ങിയ ഫുഡിന് ഓർഡർ കൊടുത്തു. രാവിലെ തന്നെ രാമുവും മറ്റൊരാളും പണി തുടങ്ങിയിരുന്നു. പാറു എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചു. ഉച്ചയ്ക്ക് ഫുഡിന് ശേഷം എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നീട് പരസ്പരം ഇടാനുള്ള മോതിരം സെലക്ട് ചെയ്തു. ഡയമണ്ട് വേണ്ടെന്ന് പാറു ആദ്യമേ പറഞ്ഞിരുന്നു. മോതിരം പേരെഴുതാൻ കൊടുത്തു. ബില്ല് സെറ്റിൽ ചെയ്തത് ആദിയാണ്. ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പിറ്റേന്ന് തന്നെ വേണമെന്ന് അറിയിച്ചു. പാറുവിന് അനന്തമൂർത്തി ആഭരണങ്ങൾ എടുക്കാൻ ശ്രമിച്ചു. എങ്കിലും പാറു സമ്മതിച്ചില്ല. വീട്ടിലുണ്ട്, അവൾ പറഞ്ഞു. ആദി അന്നേക്ക് ഒരു ബ്യൂട്ടീഷ്യനെയും ഏർപ്പാടാക്കി. വരുന്ന വഴി എല്ലാവർക്കും വീട്ടിലിടാൻ ചെരുപ്പും വാങ്ങി. ചെരുപ്പിടാഞ്ഞിട്ട് ഒരു പ്രാവശ്യം പണി കിട്ടിയതാ. എപ്പോഴും ഷൂ ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അനുഭവം ഗുരു എന്നല്ലേ. അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാൻ വയ്യ. 4 മണിയോടെ എല്ലാവരും വീട്ടിലെത്തി. രാമുവും കൂടെയുള്ള ആളും പണി നിർത്താറായിരുന്നു. ആദി ചെരുപ്പിട്ട് പറമ്പിലേക്ക് ഇറങ്ങി. പണിക്കാർക്ക് ഉള്ള കൂലി കൊടുത്തു. അവർ അപ്പോൾ തന്നെ പണി നിർത്തിപ്പോയി. ആദി പണിക്കാർ വെട്ടിത്തെളിച്ച ഭാഗമൊക്കെ ഒന്ന് നോക്കി. വളരെ വൃത്തിയായി വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ആദി മുന്നോട്ട് നടന്നു. കൂടെ ആകാശും. ഓ, നീയും ഉണ്ടോ? നീ എന്തിനാ എപ്പോഴും എൻ്റെ പിന്നാലെ നടക്കുന്നത്? എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആദി ചോദിച്ചു. ഓ, നിൻ്റെ പിന്നാലെ നടക്കാൻ ആർക്കാ ഇത്രയ്ക്ക് ഇഷ്ടം? എടാ, നിനക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ മുള്ളു കുത്തിയത്. ഇന്ന് പക്ഷേ പാമ്പാണെങ്കിലോ? നീ അവിടെ കിടന്ന് വിളിച്ചു കൂവിയാൽ ഇവിടേക്ക് കേൾക്കില്ല. അതാ ഞാൻ കൂടെ വരുന്നത്. അറിയിക്കാനുള്ളവരെ ഒക്കെ അറിയിക്കണ്ടേ? ആകാശ് ഒരു താളത്തിൽ പറഞ്ഞു. ആദി അവനെ അടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും ആകാശ് തെന്നി മാറി. എന്നെ പാമ്പ് കടിക്കുമെന്ന് നിനക്കുറപ്പുണ്ടോ? ആദി ചോദിച്ചു. അങ്ങനെയല്ല, നമ്മൾ ഒരു സാധ്യത മുന്നിൽ കാണണം. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ? ആകാശ് കുറച്ചു ദൂരേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു. അടുത്ത് നിന്നാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണേ. എപ്പോഴും നമ്മൾ സേഫ്റ്റി നോക്കണം. ആദി പല്ലു കടിച്ചുകൊണ്ട് ഇടുപ്പിൽ 2 കൈയും കുത്തി ദേഷ്യത്തിൽ ആകാശിനെ നോക്കി. എൻ്റെ പെങ്ങളവിടെ കിടന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കുകയാ. കല്യാണം നിശ്ചയിച്ചു. ഇനി പോയി സഹായിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആരും ഒന്നും പറയുകയുമില്ല. ആകാശ് അവനെ കൂളാക്കാൻ പറഞ്ഞു. ഈ പറയുന്ന ആങ്ങളയ്ക്ക് പോയി സഹായിച്ചൂടെ? ആങ്ങളമാർക്ക് എപ്പോൾ വേണേലും സഹായിക്കാലോ. അതിന് നേരവും സമയവും ഒന്നും നോക്കണ്ട. ആദി തിരിച്ചടിച്ചു. അങ്ങനെ പറയരുത്. ഇനി മുതൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ ഇത്ര വേഗം നിന്നെക്കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുന്നത്. നിനക്കതിന് പറ്റില്ലെങ്കിൽ ഞങ്ങൾ വേറെ ചെറുക്കന്മാരെ നോക്കിക്കോളാം. നീ മാത്രമല്ലല്ലോ, ഈ നാട്ടിൽ ഭാര്യയെ കെയർ ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കിക്കോളാം ഞങ്ങൾ. ആകാശ് ഇടം കണ്ണിട്ട് ആദിയെ നോക്കി. ആ, നോക്കിക്കോ. ആങ്ങളെ ഇപ്പോൾ തന്നെ പോയി ഒന്നിനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോര്. ഞാനൊന്ന് കാണട്ടെ. ആദി കൂളായി പറഞ്ഞു.
അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങളൊന്നും കൊടുക്കുന്ന വാക്ക് മാറ്റുന്നവരല്ല. ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ കൊടുത്തതാ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഉറപ്പായിരിക്കും. അത് നിന്റെ ഭാഗ്യമെന്ന് കൂട്ടിക്കോ. അല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു. നല്ല മണി പോലത്തെ ചെറുക്കന്മാരെ ഞാൻ നിരത്തി നിർത്തിയേനെ. ആകാശ് വിരൽ ഞൊടിച്ചു കൊണ്ട് പറഞ്ഞു. ഇവനെ ഇന്ന് ഞാൻ ആദ്യം ഒരു ചുവട് മുന്നോട്ട് വെച്ചപ്പോഴേക്കും ആകാശ് ഓടിമറഞ്ഞു. ആദി ചിരിച്ചുപോയി. ഇവൻ്റെ ഒരു കാര്യം. ആദി തല കുടഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. രാമു വെട്ടിത്തെളിച്ച ഭാഗം ഒന്ന് നോക്കി. ഇനിയും ഉണ്ട് വെട്ടിത്തെളിക്കാൻ. നാളത്തോടെ തീരുമെന്ന് തോന്നുന്നു. പാറുവിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരുന്നു. അവളും പറമ്പിലേക്കിറങ്ങി. കൈത നിൽക്കുന്ന ഭാഗത്തേക്കാണ് അവർ പോയത്. അതുകണ്ട് ആദ്യം അവളെ തടഞ്ഞു. തനിക്കൊരു മുള്ളു കുത്തി ഹോസ്പിറ്റൽ വരെ പോയതാണ്. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന പേടിയാണ് അവന്. എനിക്കൊന്നും പറ്റില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, അവൾ പറഞ്ഞു. ആദ്യം പാറുവിൻ്റെ കൂടെ ശ്രദ്ധയോടെ നടന്നു. കൈത നിൽക്കുന്ന ഭാഗത്തെത്തി. പഴുത്ത് നിൽക്കുന്ന 2 കൈതച്ചക്ക അവൾ പൊട്ടിച്ചെടുത്തു. അപ്പോഴേക്കും ആകാശ് അവിടെ എത്തിയിരുന്നു. പാറുവിൻ്റെ കയ്യിലുള്ള കൈതച്ചക്ക വാങ്ങി ആദി ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വാ, ആദി പറഞ്ഞു. ആകാശ് അതുമായി വീട്ടിലേക്ക് നടന്നു. കൈതച്ചക്ക സ്റ്റോർ റൂമിൽ വെച്ചിട്ട് അവൻ നേരെ രാമുവിൻ്റെ വീട്ടിൽ ചെന്നു. ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഒരു കൈവണ്ടി കിട്ടുമോ? 3 ചക്രമുള്ള വണ്ടിയില്ലേ, മെറ്റലും മറ്റും കൊണ്ടുവരുന്നത്, ആകാശ് വിശദീകരിച്ച് പറഞ്ഞു. മനസ്സിലായി, ഇവിടെയുണ്ടത്, രാമു പറഞ്ഞു. ഒന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു, ആകാശ് താഴ്മയായി പറഞ്ഞു. രാമു വണ്ടി കൊടുത്തു. ആകാശ് അതുമായി ആദിയുടെ അടുത്തെത്തി. ഇതെന്തിനാ? കൈവണ്ടി കണ്ട് പാറു ചോദിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. ആദിക്ക് ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. അവൻ കടിച്ചു പിടിച്ചു നിന്നു. അതെ പെങ്ങളെ, ഓരോന്നും 2 എണ്ണം വീതം കൊണ്ടുപോകണ്ട. ഇതാവുമ്പോൾ ഒന്നിച്ച് കൊണ്ടുപോയാൽ മതി, ആകാശ് വലിയ സംഭവം പോലെ പറഞ്ഞു. പിന്നെയും മൂത്ത കൈതച്ചക്ക പാറു പൊട്ടിച്ചെടുത്തു. ആദ്യം അതൊക്കെ ആകാശിനെ ഏൽപ്പിച്ചു. അവൻ അതൊക്കെ കൈവണ്ടിയിലും വെച്ചു. പക്ഷേ അവസാനം എല്ലാം കൂടി അവന് തന്നെ വീട്ടിലെത്തിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞു പാറു പയറുവള്ളികളിൽ നിന്ന് ഇളയത് നോക്കി പറിച്ചെടുത്തു. അധികവും മൂത്തതും ഉണങ്ങി തുടങ്ങിയതുമാണ്. അതൊക്കെ വിത്തിന് വയ്ക്കാമെന്ന് പാറു തീരുമാനിച്ചു. പാവയ്ക്കയും പടവലവും വെണ്ടയ്ക്കയും ഒക്കെ ഇളയത് നോക്കി പാറുവും ആകാശും ആദിയും പറിച്ചെടുത്തു. അതൊക്കെ കൈവണ്ടിയിൽ വെച്ചു. ഇന്ന് രാത്രിയിലേക്ക് അത് മതിയെന്ന് പാറു തീരുമാനിച്ചു. ആകാശ് വണ്ടിയുമായി വീട്ടിലേക്ക് നടന്നു. അടുത്തത് തേങ്ങ പൊതിക്കേണ്ട പണിയാണ്. പാറു പറമ്പിൽ നിന്ന് പെറുക്കി കൂട്ടിയ തേങ്ങയുടെ അടുത്തേക്ക് നടന്നു. പാറു തേങ്ങ പൊതിക്കുന്ന പാരയുമായി ഇറങ്ങിയപ്പോഴേക്കും ആദി ആ പണി ഏറ്റെടുത്തു. ആദി പൊതിക്കാനും ആകാശ് തേങ്ങ പൊട്ടിക്കാനും നിന്നു. തേങ്ങ മുറികൾ പാറു വരാന്തയിൽ വെള്ളം വാരാൻ കമഴ്ത്തിയിട്ടു. നാളെ ഉണങ്ങാൻ വെക്കണം. ആ പണി കഴിഞ്ഞപ്പോഴേക്കും ആദിയും ആകാശും ക്ഷീണിച്ചിരുന്നു. എൻ്റെ പെങ്ങളെ സമ്മതിക്കണം, ഇത്രയും കാലം ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തതിന്, ആകാശ് അഭിമാനത്തോടെ പറഞ്ഞു. പാറു അപ്പോഴേക്കും സ്റ്റോർ റൂമിൽ നിന്ന് പഴുത്ത നേന്ത്രപ്പഴമെടുത്ത് പഴംപൊരിയും ഏലക്ക ഇട്ട് പാലൊഴിച്ച ചായയും ഉണ്ടാക്കിയിരുന്നു. പണി കഴിഞ്ഞു വിയർത്ത് കുളിച്ച ആദിയും ആകാശും വേഗം കുളിച്ചു ഫ്രഷായി വന്നു. മൂർത്തി ബിസിനസ്സായി ബന്ധപ്പെട്ട ഫോൺ കോളിലായിരുന്നു. യമുനയ്ക്ക് ഒരു ജലദോഷം. വെള്ളം മാറി കുളിച്ചിട്ടാവുമെന്ന് അവർ പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരുന്നുമില്ല. പാറു ആവി പിടിക്കാൻ തുളസിയും പനിക്കൂർക്കയും ഇട്ടു വെള്ളം തിളപ്പിച്ച് കൊടുത്തിരുന്നു. ചുക്ക് കാപ്പിയും കുടിപ്പിച്ചു. ഇപ്പോൾ ചെറിയ ആശ്വാസമുണ്ട്. എല്ലാവരും ഊണുമുറിയിലെത്തിയപ്പോഴേക്കും പാറു ചായയും പഴംപൊരിയും എടുത്തു വച്ചിരുന്നു. എല്ലാവരും അത് കഴിക്കാനിരുന്നു. വീട്ടിലെ തേങ്ങ വെട്ടി ഉണ്ടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പഴംപൊരി എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. പിന്നെ എല്ലാവരും റെസ്റ്റ് എടുത്തു. ആദിയും ആകാശും കിടന്നതും ഉറങ്ങിപ്പോയിരുന്നു. പാറു രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പണി നോക്കി.